സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ എപ്പിസോഡിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിന്ന് ഡ്രാഗനെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഒരു റൈഡും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് ഒരൊറ്റ ടോട്ടം കൂടി ഒപ്പിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി 5 ടോട്ടം കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഡയമണ്ട് ആർമറൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏതൊരു വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ ഈ റൈഡ് ഫാമും കാര്യങ്ങളൊക്കെ എന്തെല്ലാം ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ റൈഡും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് ടോട്ടം ചെയ്യണം. അപ്പോൾ ഞാൻ കളക്ട് ചെയ്യട്ടെ എന്തായാലും. സോ ഫ്രണ്ട്സ്, നമുക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു MLG ഒക്കെ ഇട്ട് താഴെ ഇറങ്ങണം. MLG ഒക്കെ വർക്കാവും അറിയില്ല. എന്തായാലും നോക്കട്ടെ. അത്ര ഉള്ളു ഗൈസ്, നമ്മൾ പ്രോ ആണ് MLGയിലൊക്കെ. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അതല്ല ഗൈസ്, നമുക്ക് ഇത് കിട്ടിയില്ല, ടോട്ടം കിട്ടിയില്ല ആ റൈഡിൽ. എന്താ പറ്റി എനിക്കറിയില്ല. തൽക്കാലം ഞാൻ ചോദിച്ചാൽ 5 മതി. അത് വെച്ചൊക്കെ പോവാലോ, വലിയ സീനില്ല. നമ്മളെ കുതിര എടാ ലേഖ അയ്യോ തീർന്ന്. ആ, നമ്മളെ കുതിരേനവിടെ കെട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എൻഡ്രോഫൈ എറിഞ്ഞ് ഇങ്ങനെ പോകണോ? അയ്യോ, ഓക്കെ, കുതിരേനെ കിട്ടി. ഇനി നമുക്ക് കുതിരമേൽ കയറി വിടാം ഗൈസ്. നമുക്ക് എൻഡ്രൈ എറിഞ്ഞിങ്ങനെ പോകണം. ഇപ്പോൾ എവിടേക്കാണ് ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോൾ നമുക്കൊരു പ്ലെയിനിൽ എറിയാം. എവിടെ? അങ്ങോട്ടാണ്. പൊട്ടല്ലേ പൊട്ടി അല്ല, ഞാൻ നോക്കട്ടെ. അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ നമ്മൾ. പൊട്ടി എടാ, നിലത്ത് വീണാ ഇത് പൊട്ടുവോ? അതന്നെ, ഒന്ന് പോട്ടെ. അല്ലേ, പൊട്ടിയില്ല, അതാ അവിടെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു വില്ലേജിലായിരിക്കും. എന്തായാലും അവിടെ എത്തട്ടെ. യോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളൊരു വില്ലേജിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ കുതിരമോനൊക്കെ കുതിരമോനെ ഗൈസ്, നമ്മളെ കുതിരമോനെ കാണാനില്ല. അത് കുഴപ്പമില്ല, കുതിരമോനെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അതല്ല, നമ്മൾ എൻഡ്രോഫൈയും കാര്യങ്ങളൊക്കെ കയറുന്നത് നമ്മളെ ഒരു കുതിരമോനെയും വെച്ച് അവിടെ എത്തിക്കുന്നത്. എടാ, കുതിരമോനെ എവിടെടാ? അത് അവിടെ ഉണ്ട് ഇവിടെ ഇല്ലേ? ഉണ്ട്. അത് സീനില്ല. ഓക്കെ, എൻഡ്രോഫൈയും കാര്യങ്ങളൊക്കെ എറിഞ്ഞ് ഇവിടെ എത്തിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കണോ? ജസ്റ്റ് എറിഞ്ഞ് നോക്കുക ഗൈസ്, എവിടെയായിരിക്കും? അയ്യോ, പൊട്ടി. എടാ, അത് പൊട്ടിയാ. അവിടെ ഒരു എൻഡർപോടും കാര്യങ്ങൾ വീണെടുക്കുന്നുണ്ട്. നമ്മൾ എറിഞ്ഞതാണോ? എവിടെ? അതവിടെ എവിടെ പോയി? അയ്യോ, ആകെ 13 കൂടി ഉള്ളൂ. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഫ്രണ്ട്സ്? ഇവിടെ എവിടെയെങ്കിലും ആവാനാണ് ചാൻസ്, പക്ഷേ എവിടെയാന്ന് കിട്ടുന്നില്ലല്ലോ. പൊട്ടല്ലേ. എടാ, പൊട്ടിയടാ അത്. ആകെ 12 കൂടി ഉള്ളൂ. ഇല്ല, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമോ? സോ ഗൈസ്, ഇതിൻ്റെ അടിയിലേ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ അടിയിലേക്കൊന്ന് നേരെ മൈൻ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ ഇരിക്കാനാണ് ചാൻസ്. സ്ട്രെയിറ്റ് മൈൻ ചെയ്യുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് 2 ബ്ലോക്ക് വെച്ച് മൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കി അണ്ടർഗ്രൗണ്ടിൽ എത്തിയിട്ട് ഞാൻ അറിയിക്കാം. സോ ഗൈസ്, നമുക്ക് നമ്മളാ എന്താ പറയുക, ആ ബ്ലോക്ക് വെട്ടിച്ച് ഇവിടെ എത്തിക്കുന്നത്. അയ്യോ, ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാണ് പണി? ഇങ്ങോട്ട് പോകണോ? ഇവിടെ ഇതാണ് നമ്മളെ വഴി. അപ്പോൾ തൽക്കാലം ടോർച്ച് കാണുന്നില്ല, മറ്റേ സാധനം വെച്ച് മാർക്ക് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, എന്തായാലും നമുക്ക് താഴോട്ട് പോയൊക്കാം. ഇവിടുന്ന് ഇത് കണ്ടുപിടിക്കാനാണ് ഞാൻ എപ്പോഴും കഷ്ടപ്പെടാൻ. എനിക്ക് ആവൂല. ഇതിപ്പോൾ എവിടെ ഇരിക്കും? എനിക്ക് തീരെയും കിട്ടൂല ഈ സാധനം. ഈ മുന്നൊക്കെ എന്തായിരിക്കും? അതിലുണ്ടല്ലോ അവിടെ മൈൻഷാഫ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് എന്തായാലും ഇട്ടൊക്കെ. എന്താ വെച്ചാൽ വഴി എനിക്ക് ഓർമ്മേൻ്റെ ഒരു അസുഖമുണ്ട്. അപ്പോൾ വഴി നടന്നായാലോ അതാണ്. ഓക്കെ, എന്തായാലും ഈ ഉള്ളിൽ കയറിയൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അടിയിലൊരു ജയിലുണ്ട്, വേറെ ഒന്നുമില്ല. മച്ചാനെ വേഗം കണ്ടുപിടി. എനിക്ക് ഡ്രാഗനെ വേഗം തട്ടണോ? ഏറ്റവും പെട്ടെന്ന് ഡ്രാഗനെ തട്ടണം. ഓക്കെ, എന്തായാലും ടോട്ടവും കാര്യങ്ങളൊക്കെ കൈമലെടുത്തേക്കുന്നതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷീൽഡ് പോട്ടെ. ടോട്ടം നോക്ക്, ഈ ടോർച്ച് എങ്ങനെ നിൽക്കുന്നത്? ഗ്ലിച്ച്. വന്ന വഴിയല്ല നമ്മൾ. അപ്പം ഇങ്ങോട്ടായിരിക്കാനാണ് ചാൻസ്. ഇതും മൈൻഷാഫ്റ്റ് തന്നെ അങ്ങോട്ട്. അപ്പോൾ ഇവിടേക്ക് അയ്യോ സോംബി. അയ്യോ, ലേഖായി. സോംബി എത്താ. അടിയിൽ പോകണ്ട, അടിയിലേക്ക്.
അടിയിൽ പിന്നെ പോയേക്കാം. ആദ്യം ഇവിടെ തന്നെ ഒന്ന് ഫുള്ള് നോക്കിയിട്ട് നമുക്ക് വേണം അടിയിൽ കാര്യങ്ങളൊക്കെ പോവാം. ഓക്കെ, ഇവിടെ ഒരു ടോർച്ചും കാര്യങ്ങളും ഒക്കെ നെതറേ ഇവിടെയും വെക്കാം. വന്ന വഴിയാണ് പിന്നെ മനസ്സിലാക്കാമല്ലോ അങ്ങനെ. സോ ഗൈസ് കിട്ടി. ആവു കഴിച്ചലായി. ഗൈസ് ഈ സാധനം കുറച്ച് സീനാണ്. ഈ എന്താ പറയുക, ഈ സ്പോണർ ഇത് ലൈറ്റ് ചെയ്തിട്ടാളാ, അല്ലെങ്കിൽ ഒരു ചെറിയ ചിമിട്ട സ്പോണാ വേണ്ട. ആ ചിമിട്ട നമ്മൾ അടിച്ച് കൊല്ലും. ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. എന്താ വെച്ചാൽ ബെഡും കാര്യങ്ങളൊക്കെ പ്രൈസ് ചെയ്ത് റീസ്പോൺ സെറ്റ് ചെയ്തേക്കണം. ഇല്ല അറിയാലോ, നമ്മളാകുമ്പോൾ വേഗം ചാവും. റീസ്പോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കാര്യം ചെയ്യാണ്ട്, ഞാനൊന്ന് ഷെയ്ഡർ ഓഫ് ആക്കട്ടെ. ഓക്കെ, അത് ഓഫാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ വേറെ ഒന്ന് എടാ പോയടാ. അയ്യോ എൻ്റർപോൾ ഇതിങ്ങനെ പോവാണ്. ഞാൻ വേഗമില്ലേ ഇത് കണ്ണൊക്കെ വെക്കട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ കൈമ ഓരോന്നോരോന്നായി ഇങ്ങനെ മിക്കവാറും പറന്ന് പോവും. അടുത്ത് തികയൂലെങ്കിൽ തികയും. സീനില്ല. എക്സ്ട്രാ വായിക്കാണ്ടെണ്ണ അതെങ്കിലേ ഉള്ളൂ, വലിയ വിഷയമില്ല. എടാ നമ്മുടെ അടുത്താണെങ്കിൽ ഒരു കുറച്ച് വുഡ് ഉണ്ടെങ്കിൽ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി ബാക്കി ഐറ്റംസ് ഒക്കെ ഇവിടെ വെക്കിനി. എന്തായാലും റീസ്പോണൊക്കെ സെറ്റാണ്. യു ക്യാൻ ഓൺലി സ്ലീപ്പ് ഡ്യൂറിങ് തണ്ടർസ്റ്റോം. എടാ റീസ്പോൺ സെറ്റായില്ല. കുഴപ്പമില്ല, നമ്മളെന്തായാലും ഓക്കെ. അപ്പോൾ നമ്മൾ എൻഡ് ചാടുകയാണ്. നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ 100 ദിവസം കൊണ്ട് നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എൻഡിലെത്തിയിട്ടുണ്ട്. എന്താവൊന്നും അറിയില്ല. കുറേ ഡ്രാഗനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അറിയാലോ. നമ്മളിങ്ങനെ കുറച്ചായി, ഞാൻ കൂടുതലും മൈൻക്രാഫ്റ്റ് ഒന്നും അങ്ങനെ കളിക്കില്ല, ഫ്രീ ഫയറാണ് കളിക്കല്. പിന്നെ മൈൻക്രാഫ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി, എത്രേ ഉള്ളൂ. പിന്നെ ഷെയ്ഡറും കാര്യങ്ങളും എന്തെങ്കിലും ഓഫാക്കി വെച്ചാൽ ഇതല്ലെങ്കിൽ ഒരുമാതിരി ലാഗാണ് ഈ മൈൻക്രാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെയ്ഡറും കൂടി ആയി കഴിഞ്ഞാൽ അപ്പോൾ അറിയാലോ നമുക്ക് കുറേ MLGയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ചത്ത് കഴിഞ്ഞാൽ മുട്ടാവൂല എനിക്ക്. പുറത്തെത്തി. അയ്യോ എൻ്റർമാൻ. ഒരു മിനിറ്റ്, ഞാൻ ആദ്യം ഫുള്ള് സെറ്റാക്കിയേക്കട്ടെ. കൈമേൽ വെക്കേണ്ടതൊക്കെ വെക്കണം കൈമേൽ, ഇല്ലെങ്കിൽ പിന്നെ അറിയാലോ സീനായിപ്പോവും. ഓക്കെ, ഇത് ഈ പിക്കാസ് ഇതൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തേക്കാം. പിന്നെ പോഷൻ ഓഫ് ഫീലിംഗ് വേണോ. ഓക്കെ, അതെനിക്ക് എവിടെ നിന്ന് കിട്ടിയാൽ അറിയോ, മറ്റേ സാധനമില്ലേ ഏത് എന്തായാലും പറയാം, റെയ്ഡ് ഫാമിൽ നിന്ന് കിട്ടിയാണ് അങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത്. ഓക്കെ, എന്തായാലും മെല്ലെ എല്ലാം പൊട്ടിക്കാൻ തുടങ്ങാം. പൊട്ടിക്കട്ടെ. അപ്പോൾ അയ്യോ ഇതിന് ഗേറ്റ് ഉണ്ട്, പൊട്ടിക്കാൻ പറ്റൂലേ. ഫസ്റ്റത്തെ പൊട്ടിച്ച് അതിനെല്ലാം പൊട്ടിക്കട്ടെ ഗൈസ്. അതിൽ ബാക്കി കാണിച്ചു തരാം. ഡ്രാഗനും കാര്യങ്ങളൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സീനാണ്. നമ്മളാണ് ബെഡും കാര്യങ്ങളൊന്നും വെച്ചില്ല, കൊല്ലണം എങ്ങനെയെങ്കിലും. അയ്യോ നമുക്കുള്ള പണി ഇനി. എന്തായാലും വാട്ടർ ബക്കറ്റും കാര്യങ്ങളും വെക്കട്ടെ, അതാകുമ്പോൾ കുറച്ചും കൂടി സേഫാണ്. അല്ല വേണ്ട, വെക്കണ്ട, വെറുതെ എന്തിനാ. നമുക്ക് വേടുന്നില്ല, നമ്മളെ 2 ടോട്ടം കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുള്ളൂ, അതൊന്നും ചെയ്യാനുള്ള കാര്യമില്ല. ഓക്കെ, എന്തായാലും അയ്യോ ചത്തി. വേഗം ചാവട്ടെ. കൊല്ലി എടാ മച്ചാനെ വേഗം കൊല്ലടാ. തലക്കടിക്കാൻ വേഗം ചാവും എന്നോട് ആരോ പറഞ്ഞിനി. പക്ഷെ തലക്കടിക്കാൻ വേഗം ചാവുണ്ട്. മോനെ. ഓക്കെ, അമ്മക്കുണ്ടോ പേടി? ഇതൊക്കെ ഏത് അമ്മക്ക് ബെഡ് റോക്ക്. അയ്യോ നമ്മളെ എൻ്റർമാനൊന്നല്ലേക്ക് അടിച്ച്. ഞാൻ ചാവടാ. എടാ ഇതിൻ്റെ തല എവിടെ? അയ്യോ പെട്ട്. എടാ ഇതെന്താടാ നീ എൻ്റെ മച്ച സീന്. അയ്യോ മോനെ ഡ്രാഗനെ ചാവടാ വേഗം. എനിക്ക് വേഗം ലൂട്ടെടുത്തിൻ്റെ പോരാ പോവാനുള്ള. ചാവ് ഇത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഞാൻ ചത്താ എനക്കും എനിക്കും വേഗം നല്ലത്. ഓക്കെ, കുറച്ചും കൂടിയേ ഉള്ളൂ. എടാ ഈ ഡ്രാഗൻ ആരമേലേക്ക് എടാ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതാ എൻ്റർമാനും വന്ന് വെറുതെ കളിക്കും. ഞാൻ ചാവടാ. ചാവ്. എടാ എൻ്റർമാൻ. അയ്യോ എടാ എൻ്റർമാൻ നമ്മളെ കൊല്ലുന്നടാ. ശിവനെ, ഇതിപ്പോ ഞാൻ ചാവല്ലോ. തൽക്കാലം കഴിച്ച് ഒരു സംഭവം ഉണ്ടാക്കിയേക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ചാവ് വയ്ക്കാറ്. എനിക്ക് ആ ഡ്രാഗനെ കൊല്ലാനാണെങ്കിൽ പറ്റുന്നുമില്ല. ഒന്നാമത് ഇങ്ങനെ ഐറ്റില്ലാത്തതുകൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല.
അതാണ് ചാവുന്നത്. അയ്യോ ടോട്ടം മുട്ടി തീറ്. അയ്യോ മാജിക്. എടാ അവിടെ ഫുള്ള് മാജിക് ഇട്ടറായി. ഇനി കുറച്ച് സീനാണ്. എടാ ഇത് എന്താടാ, ഡ്രാഗൺ കുറച്ച് വിഷയം അയക്കുന്നു കേസ്. തൽക്കാലം നമുക്ക് മെല്ലെ കൊണ്ടുപോയി ബെഡും കാര്യങ്ങളൊക്കെ ആടാ. ഓക്കെ ഒരു ബെഡും കൂടി ഉണ്ട്. പോയില്ല. അയ്യോ തീ പിടിച്ചേ. തോട്ടം പൊട്ടി. ലാസ്റ്റ് തീർന്ന്. ഒരു തുള്ളി ലൈഫും കൂടി ഉള്ളൂ ഡ്രാഗന്. കൊല്ല്. ഈ തീയൊക്കെ ഒന്ന് കെടുത്തിക്കാട്ടെ. ചത്ത് ഡ്രാഗൺ ചത്ത്. എടാ മാജിക് കൂടി. അയ്യോ എടാ മാജിക്കാണെ പോകുന്നില്ല. ആ മാജിക്കാണ് ഫുള്ള്. എടാ പറക്കടാ എണീറ്റ് പോടാ അവിടുന്ന്. ലാസ്റ്റ് ടോട്ടോ ഒക്കെ മൊത്തത്തിൽ ഏകദേശം തീരുമാനമായി. അയ്യോ ഡ്രാഗൺ ഇത് ഏൽക്കു. ഇപ്പൊ പറഞ്ഞത്. കൊല്ല്. കൊന്നേ അത്രേ ഉള്ളൂ. ചത്തി ഡ്രാഗനൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല, അറിയാലോ. പക്ഷെ നമ്മളെ ടോട്ടോ കാര്യങ്ങളൊക്കെ ചെതറിപ്പോയിക്കുന്നത്. 42 XP കിട്ടിക്കുന്നത്. സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റേ സാധനം അവിടെ സ്പോൺ ആക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ പറയുക ഇവിടെ പോകുന്നതായിരിക്കും. എന്തേലും പറയുക ഒരു സംഭവം ഉണ്ട്. പിന്നെ നമുക്ക് വിതരണമൊക്കെ കൊല്ലണം ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട്. അതൊക്കെ നമ്മൾ സെറ്റാക്കാം. സോ ഗൈസ് എല്ലാവർക്കും ബൈ. ഇനി എന്താ വേണ്ടത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. കുറച്ച് കഷ്ടപ്പെട്ട് ഗൈസ്. 5 ടോട്ടലുള്ളതുകൊണ്ട് കഴിച്ചാലായി. അപ്പം ശരി.